എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ജാലന്ധര ബന്ധം എന്ന മുദ്രയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കഴുത്തിലെ പേശികൾ സങ്കോചിപ്പിച്ച് താടി ഹൃദയഭാഗത്ത് മുട്ടിക്കുക. ഇതിനെയാണ് ദേവന്മാർക്ക് പോലും ദുർലഭമായ ജാലന്ധര ബന്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ വെക്കുമ്പോ ഈ പിന്നെ കഴുത്തിലെ പേശികൾ സങ്കോചിപ്പിച്ചിട്ട് വേണം താടി ഹൃദയഭാഗത്ത് മുട്ടിക്കുക. മനുഷ്യരുടെ നാഭിപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അഗ്നി എന്ന് പറയുന്നത് അഗ്നി, ജഠരാഗ്നി, സഹസ്രാര പത്മത്തിൽ നിന്ന് ഊറി വരുന്ന അമൃതം നുകരാൻ സഹായകമായതിനാൽ ഇത് ജാലന്ധര ബന്ധം ചെയ്യുന്നു. ജാലന്ധരം എന്നാൽ ശിരസാണ്. ശിരസിൽ നിന്നുള്ള അമൃതനെ തടയുകയാണ് ഒരു കർമ്മം. കൂടാതെ മണിനൂപരത്തിൽ നിന്നും അമൃതനെ രക്ഷിക്കുന്നു. കഴുത്തിലെ പേശികളെയും നാടികളെയും ചുരുക്കി പിടിച്ച് ശ്വാസം പുറത്തു നിർത്തി തല കുമ്പിട്ട് താടി നെഞ്ചിൽ ചേർത്ത് വെച്ചാൽ ദേവന്മാർ കൂടി വിശേഷം എന്ന് പറയുന്ന ജാലന്ധര ബന്ധമായി. ശിരസിൽ നിന്ന് വരുന്ന അമൃത് വയറ്റിൽ ചെന്ന് ദഹിക്കുന്നതിന് മുമ്പായി അതിനെ മണിനൂപരത്തിൽ നിന്ന് രക്ഷിച്ച് ഉയർത്തുന്നതാണ് ജാലന്ധര ബന്ധം. ഈ ജാലന്ധര ബന്ധം കൊണ്ട് ബുദ്ധിമാനായ യോഗി സ്വയം അമൃത് കുടിക്കുന്നു. ഇങ്ങനെ മരണത്തെ അകറ്റി അനശ്വരനായി തീരുന്നു. എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നു. ജാലന്ധര ബന്ധം അഭ്യസിക്കുന്നതിന് സിദ്ധി കൈവരും. നിത്യവും കൃത്യമായി അഭ്യസിക്കുന്നതിന് ആഗ്രഹിച്ച് സാധിക്കും. ജാലന്ധര ബന്ധം ഇത് പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ ഇരുന്ന് ചെയ്യാം, നിന്നും ചെയ്യാം. ശരീരം മായ്ച്ച് കണ്ണടച്ച് ആഴത്തിൽ ശ്വാസം എടുത്ത് ഉള്ളിൽ നിറച്ച് പിടിച്ചു വെക്കുക. ശിരസ് കുനിച്ച് താടി നെഞ്ചിൽ മുട്ടിച്ച് ശ്വാസം എടുത്ത് ഉള്ളിൽ നിറച്ചു പിടിക്കുക. ശിരസ് കുനിച്ച് താടി നെഞ്ചിൽ മുട്ടിച്ച് അമർത്തി വെക്കുക. കൈകൾ നിവർത്തി മുട്ടിൽ ബലമായി പിടിക്കണം. ഇരുന്നാലും തോളുകൾ അല്പം മുന്നോട്ടാക്കുക. ആവുന്നത്ര നേരം ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുക. ബന്ധം അഴിക്കുന്നതിന് തോളുകളും കൈകളും അയച്ച് ശിരസ് ഉയർത്തണം. സാവധാനം ശ്വാസം പുറത്തു വിടുക. അല്പം വിശ്രമിച്ച് ആവർത്തിക്കാം. ശ്വാസം പുറത്തു നിർത്തിയും ഈ ബന്ധം ചെയ്യാം. വിശുദ്ധി ചക്രത്തിൽ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ കണ്ടത്തിൽ വിശുദ്ധി ചക്രത്തിൽ ശ്രദ്ധിക്കണം. മാനസിക സംഘർഷം, ആകുലതകൾ, കോപം, മാനസിക ക്രമക്കേടുകൾ എന്നിവ കുറയുന്നു. രക്തസമ്മർദ്ദം ക്രമത്തിലാവും. തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികൾക്കും ഗുണം ലഭിക്കുന്നു. ശിരസിലേക്കുള്ള രക്തക്കുഴലുകൾക്കും നാടികൾക്കും ഗുണമാണ്. പ്രാണാപാന വായുക്കളെ ഇത് യോജിപ്പിക്കുന്നു. കുണ്ടലിനെ ഉയർത്താനുമുള്ള ഒരു പ്രധാന ക്രിയയാണിത്. സുഷുമ്നയിലെ ഊർജ തടസ്സം ഇല്ലാതാക്കുന്നതിനാൽ കുണ്ടലിലേക്ക് വേഗം യാത്ര ചെയ്യാനാവും. സുഷുമ്നയെ നിയന്ത്രിക്കാനും ഇതുകൊണ്ട് കഴിയും. വിശുദ്ധി ചക്രം ബലപ്പെടുന്നു. തൊണ്ടക്കുഴിക്ക് താഴെയുള്ള കൂർമ്മനാടി ബലപ്പെടുത്തുന്നു. തൊണ്ടക്കുഴിക്ക് താഴെ ഒരു കൂർമ്മനാടിയുണ്ട്, അതിനെയും ബലപ്പെടുത്തുന്നു. ഈ നാടിയാണ് വിശപ്പും ദാഹവും ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ ബന്ധം കൊണ്ട് സാധകന് വളരെ നേരം വിശപ്പും ദാഹവും ഇല്ലാതെ ധ്യാനത്തിൽ ഇരിക്കാൻ കഴിയും. ഇതുകൂടാതെ ജാലന്ധര ബന്ധം ചെയ്യുന്ന സാധകന് അത്ഭുതകരമായ അറിവുകൾ പെട്ടെന്ന് ലഭിക്കും. പ്രാണനെ അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര ചക്രങ്ങളിൽ വേഗത്തിൽ കൊണ്ടുപോകുവാൻ കഴിവുണ്ടാക്കുന്നതിനാൽ സാധകനെ ബാധിച്ചിരിക്കുന്ന സംസാരം ഒഴിഞ്ഞു പോകും. ആത്മാവിനെ കണ്ടെത്താനാവും. ഇതാണ് ജാലന്ധര ബന്ധം കൊണ്ട് പറഞ്ഞത്. പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ ഇരുന്ന് ചെയ്യും. ശരീരം അയച്ച് കണ്ണ് അടച്ച് ആഴത്തിൽ ശ്വാസം എടുത്ത് ഉള്ളിൽ നിറച്ച് പിടിച്ചു വെക്കുക. ശിരസ് കുനിച്ച് താടി നെഞ്ചിൽ മുട്ടിച്ച് അമർത്തി വെക്കുക. കൈകൾ നിവർത്തി മുട്ടിൽ ബലമായി പിടിക്കണം. ഇരുന്നാലും തോളുകൾ അല്പം മുന്നോട്ടാക്കുക. ആവുന്നത്ര നേരം ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുക. ബന്ധം അഴിക്കുന്നതിന് തോളുകളും കൈകളും അയച്ച് ശിരസ് ഉയർത്തണം. സാവധാനം ശ്വാസം പുറത്തു വിടുക. അല്പം വിശ്രമിച്ച് ആവർത്തിക്കുക. ശ്വാസം പുറത്തു നിർത്തിയും ഈ ബന്ധം ചെയ്യുക. വിശുദ്ധി ചക്രകണ്ഠത്തിൽ ശ്രദ്ധിക്കണം. മാനസിക സംഘർഷം, ആകുലതകൾ, കോപം, മാനസിക ക്രമക്കേടുകൾ എന്നിവ കുറയുന്നു. രക്തസമ്മർദ്ദം ക്രമത്തിലാവും. തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികൾക്ക് ഗുണം ലഭിക്കുന്നു. ശിരസിലേക്കുള്ള രക്തക്കൊള്ളുകൾക്കും നാടികൾക്കും ഗുണമുണ്ട്. ഇങ്ങനെയാണ് ജാലന്ധര ബന്ധം ചെയ്യുന്നതും അതിൻ്റെ ഗുണകരമായിട്ടുള്ള അവസ്ഥകളും.